ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടാക്കൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. പേര് വരുമ്പോൾ മേടിക്കുന്ന വേണ്ട, സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ഫുഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ നല്ല വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈ ടാക്കൂസ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഗ്രാം 200 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങി ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സവോള വേണം, കുറച്ച് മല്ലിയില വേണം, പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിന്. ബേക്കിംഗ് പൗഡറാണ് നമുക്കിതിൽ ഒരു 1/4 ടീസ്പൂൺ വേണ്ടത്. പിന്നെ നമ്മൾ കുത്തി പൊടിക്കുന്ന മുളകില്ല, അതൊരു 1/2 ടീസ്പൂണ്. പിന്നെ നമുക്ക് ചീസും വേണം, ഒരു ചെറുനാരങ്ങ വേണം, കുറച്ച് ബട്ടർ വേണം. പിന്നെ നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ, ഇത്ര കൂട്ടം കാര്യങ്ങൾ നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ മൈദ ഒന്ന് കുഴച്ച് വയ്ക്കാം. നമുക്കതൊരു പാത്രത്തിലിട്ട് കുഴക്കാം. വലിപ്പമുള്ള പാത്രത്തിലേക്ക് ഇത് മൈദ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് കൂട്ടി മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് ആയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇവിടെ ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ച് വയ്ക്കാം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴയ്ക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ ആയിട്ട് അത്ര ഇതിൽ കുഴച്ചാൽ മതി. ഇതൊരു നമുക്കൊരു 5 മിനിറ്റിന് നന്നായി ഒന്ന് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ കൈമ നന്നായി ഒട്ടാണെന്ന് വെച്ചാൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നമുക്കത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ മാവിന് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കുഴച്ച് കൊടുക്കേണ്ടത്. ഇത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ പറ്റിയിട്ടൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നമ്മുടെ സവാള ഒന്ന് നീളത്തിലരിഞ്ഞ് നമുക്കതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ സവാള കുറച്ചിട്ട് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. തീ കുറച്ചിട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ സാധാരണ വറുത്തെടുക്കാറില്ലേ, അതേപോലെ ഒന്ന് വറുത്ത് തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്കിത് തീ ഓഫാക്കിയിട്ട് ഇത് മാറ്റാം. കൂടുതൽ നമ്മുടെ കുത്തിപ്പിടിച്ച മുളക് പൊടി ഇല്ല, അതൊന്ന് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ തീ കത്തിക്കേണ്ട കേട്ടോ. ആ ചൂടിൽ വരുന്ന അതൊന്ന് ഒഴിഞ്ഞാൽ മതി. അത് നമുക്ക് സവാള വറുത്ത് വെച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മല്ലിയില നന്നായി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കാം കേട്ടോ.
നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ അത് നന്നായി ഒന്ന് പൊടിക്കുക. കൈ വെച്ചിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ പൊടിച്ചെടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചില്ലേ, ഇനി അതിലേക്ക് നമ്മുടെ സവാള വട്ടിയതും മുളക് പൊടിച്ചതൊക്കെ കൂടിയിട്ടിട്ട് പാകത്തിന് ഉപ്പും കൂടിയിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ ഉപ്പ് നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ നന്നായി ആയിക്കോളും. ഇനി നമുക്കിതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മുടെ മല്ലിയില കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് കുറച്ച് നേരം ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കുഴയ്ക്കാം. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നമ്മുടെ മാവ് കേട്ടോ. നമുക്കത് കൗണ്ടർ ടോപ്പിലിട്ട് കൊടുക്കാം. നമ്മുടെ മാവൊന്ന് നന്നായി പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ചെറിയ ബോളുകളാക്കി വയ്ക്കാം. നമുക്ക് ഓരോ ബോളുകൾ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കും. അപ്പോൾ നമ്മുടെ ടാക്കോസിൻ്റെ ഷീറ്റുകളൊക്കെ അത് ഇവിടെ നന്നായി പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ച് അടുപ്പത്തേച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ രണ്ട് ഭാഗത്തൊന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷീറ്റുകൾ ഓരോന്നിട്ട് പകുതി വരെ ഒന്ന് മറിച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ രണ്ട് ഭാഗം. രണ്ട് ഭാഗം ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി ഇങ്ങനെ ചെറുതായിട്ട് പോളകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇത് പകുതി കുക്കായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഷീറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് വെച്ച് അതൊന്നുകൂടി ഇനി ബട്ടറിലൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റുള്ള ഇതായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമ്മളിതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈദമാവിന് നല്ലൊരു തിക്കായിട്ട് കിട്ടും ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഈ ഫില്ലിങ്ങിന് അതിൽ കോട്ടായിട്ട് ഇരിക്കുള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ പോളങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഷീറ്റുകളൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ചീസ് കുറച്ച് ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കറി ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറേശ്ശെ ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഷീറ്റിൽ തക്കാളി സോസ് ഉണ്ടല്ലോ അത് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം എല്ലാവർക്കും. എന്നിട്ട് നമ്മൾ ചീസ് കുറച്ചെടുത്തിട്ട്
പകുതി ഭാഗത്ത് ചീസ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ശരിയാക്കി വെച്ചിട്ടില്ലേ അതിന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി ചീസ് നമ്മൾ ഇതിൻ്റെ മുകളിലിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് എല്ലാ ഷീറ്റിലും ഫില്ല് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഷീറ്റിൽ ഇങ്ങനെ മസാല ഒക്കെ കൂട്ടിയത് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഷീറ്റും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ബട്ടർ പറ്റി ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പം അതിന് നന്നായി ചൂടായിട്ട് പിന്നെ ബട്ടർ ഒന്ന് തട്ടി കൊടുക്കാം എല്ലാത്തിനും. നമ്മൾ ഈ ഫില്ല് ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. തീ ഒന്ന് കുറച്ചിട്ടിട്ട് 2 ഭാഗം നന്നായി ഒന്ന് ബ്രൗൺ കളറാക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് 2 ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് 2 ഭാഗം കൂടി പിടിച്ചിട്ട് നമുക്ക് ഈ അടിഭാഗം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ പിടിക്കും. അടിഭാഗം നന്നായി ഒന്ന് വെന്ത് തീ അധികം കൂട്ടണ്ട കേട്ടോ. കുറച്ച് തീയിൽ വെച്ച് വേവിക്കണം. നമ്മളിത് പകുതി വേവിച്ചിട്ടുള്ള കാരണം പിന്നെ അധികം നേരം വേവേണ്ടതില്ല. മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പം 2 ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടാക്കോസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് സ്പെഷ്യലായിട്ട് ഇപ്പോൾ കറികളൊന്നും വേണ്ട. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള കാരണം ഇത് തന്നെ കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഇതപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം. അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ.